ഹലോ എവരിബഡി, സോ വെൽക്കം ടു 10th ഈസി വിത്ത് MJ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 മാർക്കിന് ജനറൽ പാത്തോളജി ചോദിച്ച ചോദ്യമായിട്ടുള്ള ESRനെ കുറിച്ചിട്ടാണ്. സോ സെക്കൻഡ് ഇയർ BD സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് സെക്ഷൻ തന്നെയായിരിക്കും ഇത്. ഞാൻ മുന്നേ ഒരുപാട് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫോർവേഡ് ചെയ്യുക, അവരും പഠിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ. എരിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ആൻറ്റി കോയാഗുലേറ്റഡ് ബ്ലഡിൽ നമ്മുടെ ഈ എരിത്രോസൈറ്റ് സെഡിമെൻ്റ് ആവുന്ന ആ റേറ്റിന് നമ്മൾ പറയുന്ന പേരാണ് എരിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ്. നമ്മൾ പേരിൽ തന്നെ ഉണ്ട്, എരിത്രോസൈറ്റുകൾ സെഡിമെൻ്റ് ആവുന്ന റേറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഈ എരിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ്. അതെന്ന് പറയുന്നത് ഒരു ആൻറ്റി കോയാഗുലേറ്റഡ് ബ്ലഡിലായിരിക്കും. ആൻറ്റി കോയാഗുലേറ്റഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ, ക്ലോട്ട് ചെയ്യാത്ത ബ്ലഡിൽ. സോ ഇതിൽ നമ്മൾ 2 മെത്തേഡുകളാണ് മെയിൻലി ഇത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ മെയിൻലി മില്ലിമീറ്റർ പെർ ഹവറിലാണ് ESR നമ്മൾ മെഷർ ചെയ്യുന്നത്. 2 മെത്തേഡുകളെ കുറിച്ച് നമുക്കിവിടെ പഠിക്കാം. വെസ്റ്റേൺ ഗ്രൻ മെത്തേഡും വിൻഡ്രോപ്പ് മെത്തേഡാണ് ഇതിൽ യൂസ് ചെയ്യണം. ഈ വെസ്റ്റേൺ ഗ്രൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇത് നമ്മൾ മെയിൻലി വെസ്റ്റേൺ ഗ്രൻ ഒരു പിപ്പറ്റ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കും മെയിനായിട്ട് ഇതിൽ. സോ ആദ്യം നമ്മൾ പറയണത് ഈ ഒരു ട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ ഒരു 0 to 200 വരെയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത് മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു നമ്മുടെ പിപ്പറ്റിൽ 0 to 200 വരെയാണ് ഇതിൽ ഒരു ലോങ് പിപ്പറ്റാണ്. അതിൽ 0 to 200 വരെയാണ് അതിൽ മാർക്കേഷൻ ഉള്ളത്. നമ്മൾ ഒരു റബ്ബർ ബൾബ് എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ഈ ആൻറ്റി കോയാഗുലേറ്റഡ് ബ്ലഡിനെ നമ്മളൊരു സീറോ മാർക്കേഷൻ വരെ നമ്മൾ പിപ്പറ്റ് ചെയ്ത് എടുക്കണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടെസ്റ്റ് ട്യൂബിലേക്കാണ് നമ്മൾ ഈ ബ്ലഡിനെ എടുക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ വെസ്റ്റേൺ ഗ്രൻ്റെ സ്റ്റാൻഡിലോട്ട് നമ്മൾ ഈ പിപ്പറ്റിനെ വെക്കുക. അത് നമ്മളൊരു 1 hour ഒരു വേർട്ടിക്കൽ പൊസിഷനിലായിട്ട് വെക്കണം. ഇനി 1 hour കഴിഞ്ഞാൽ നമ്മുടെ എരിത്രോസൈറ്റുകൾ സെഡിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ആ 1 hour എത്രത്തോളം എരിത്രോസൈറ്റുകൾ സെഡിമെൻറ്റ് ചെയ്തു എന്നതിനെയാണ് നമ്മൾ എരിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്ന് നമ്മൾ മെയിൻലി പറയുന്നത്. സോ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളൊരു നമ്മളൊരു പിപ്പറ്റ് എടുത്തു. സോ അതിൽ 0 to 200 മാർക്കേഷനാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. ഒരു ആൻറ്റികോയാഗുലേറ്റഡ് ബ്ലഡ് എടുക്കുക. അതിൽ നമ്മൾ റബ്ബർ ഡാം വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഒരു 0 മാർക്കേഷൻ വരെ നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ ആ വേർട്ടിക്കൽ പൊസിഷനിൽ നമ്മൾ 1 hour വെച്ചു സ്റ്റാൻഡിൽ. അപ്പോൾ റേറ്റ് അറ്റ് വിച്ച് ദ എരിത്രോസൈറ്റ് സെഡിമെൻറ്റ് ഇസ് കോൾഡ് എരിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്നതാണ് നമ്മളിവിടെ പറയുന്നത്. സോ നമ്മുടെ വെസ്റ്റേൺ ഗ്രൻ കഴിഞ്ഞിട്ട് വിൻഡ്രോബിൽ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞു ഒരു ട്യൂബ് ഉണ്ട്, അതിൽ നമ്മൾ 0 to 90 വരെ മാർക്കേഷനാണ് ഉണ്ടായിരിക്കുക. പിന്നെ ഇതിൽ തന്നെ നമ്മൾ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഈ പറഞ്ഞ പാസ്റ്റർ പിപ്പറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ ബ്ലഡിനെ നമ്മൾ എടുക്കുന്നത്. EDTA വെച്ച് ആൻറ്റി കോയാഗുലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ നമ്മൾ പിപ്പറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് 0 മാർക്കേഷൻ വരെ നമ്മൾ എടുത്തു. ആൻഡ് അതിനുശേഷം നമ്മൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് വേർട്ടിക്കൽ പൊസിഷനിൽ വെച്ചിട്ട് 1 hour നമ്മൾ നോക്കണം. 1 hour ശേഷം എത്രത്തോളം സെഡിമെൻ്റ് ആയി എന്നതിൻ്റെ റേറ്റാണ് നമ്മൾ ഇതിലൂടെ മെഷർ ചെയ്യുന്നത്. ഇവിടെ ESR കൂടുതലാവുകയാണെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നതാണ് അർത്ഥം പറയുന്നത്. സോ ഇതിൻ്റെ റേഞ്ച് പറയുവാണെങ്കിൽ വെസ്റ്റേൺ ഗ്രനിൽ നമ്മൾ മെയിൽസിൽ കാണുന്നത് 0 to 15 mm/hour ആയിട്ടാണ് ESR കാണുന്നത്. ആൻഡ് ഫീമെയിൽസിലാണെങ്കിൽ 0 to 20 mm/hour ആൻഡ് ചിൽഡ്രനിലാണെങ്കിൽ 0 to 10 mm/hour. വിൻഡ്രോബിലാണെന്നുണ്ടെങ്കിൽ 0 to 9 mm/hour ഇൻ മെയിൽസ്, 0 to 20 mm/hour ഇൻ ഫീമെയിൽ ആൻഡ് 0 to 13 mm/hour ഇൻ ചിൽഡ്രൻ. സോ ESR എന്ന് പറയുന്നത് അത് റേറ്റ് അറ്റ് വിച്ച് എരിത്രോസൈറ്റ് സെഡിമെൻറ്റ് ഇൻ ആൻറ്റി കോയാഗുലേറ്റഡ് ബ്ലഡ് ആണ്. അതിൽ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ് 2 മെത്തേഡ് വിൻഡ്രോബും വെസ്റ്റേൺ ഗ്രനും പറയണം. വെസ്റ്റേൺ ഗ്രനിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? വെസ്റ്റേൺ ഗ്രൻ അവിടെ ഒരു പിപ്പറ്റ് ഉണ്ടായിരിക്കും, അതാണ് റബ്ബർ ബൾബ്. അതിലൊരു പിപ്പറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ റബ്ബർ ബൾബ് ഉണ്ടായിരിക്കും ഇതെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ടായിരിക്കും, ഒരു റബ്ബർ ബൾബ് ഉണ്ടായിരിക്കും, അതേപോലെ ടെസ്റ്റ് ട്യൂബ് ഉണ്ടായിരിക്കും, ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കും. ആൻഡ് വിൻഡ്രോബിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ സെയിം സാധനങ്ങൾ തന്നെ ആയിരിക്കും. ഇവിടുത്തെ പിപ്പറ്റാണെങ്കിൽ വിൻഡ്രോബിൽ പിപ്പറ്റാണെങ്കിൽ പാസ്റ്റർ പിപ്പറ്റാണ്. മറ്റതിലാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? നമ്മുടെ റബ്ബർ ബൾബ്. സോ ബ്ലഡ് എടുക്കുക, നമ്മൾ 0 വരെ എടുക്കുക, ആൻഡ് നമ്മൾ സ്റ്റാൻഡിൽ വെക്കുക, നമ്മൾ 1 hour പ്ലേസ് ചെയ്യാൻ വെക്കുക. ഇത്രയും കാര്യങ്ങൾ പറയാം, എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം, അതിൻ്റെ നമ്മുടെ റേഞ്ചുകളും പറയാം. സോ ഇത്രയും കാര്യങ്ങളാണ് ESR ചോദിക്കുമ്പോൾ പറയേണ്ടത്. ഞാൻ അതിൻ്റെ നോട്ട്സ് ക്ലിയർ ആയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. സോ ESR എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം എഴുതുന്ന ഹെഡിങ് എഴുതുക, 2 മെത്തേഡുകളെ കുറിച്ച് എഴുതുക. അതിൽ ആദ്യത്തെ മെത്തേഡിനെ കുറിച്ച് നിങ്ങൾ വിവരിച്ച് എഴുതുക, അതിൽ എന്തൊക്കെ കാണുന്നെന്നുള്ള കാര്യങ്ങൾ എഴുതുക. പിന്നെ നമ്മൾ പറയേണ്ടത് അതിൻ്റെ ഒരു ചിത്രം ചുമ്മാ വരച്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ മാർക്കേഷൻ നമ്മൾ പറയാം 0 to 100 ആണ് വരുന്നത് പറയാം. പിന്നെ അതിൽ നമ്മൾ ആൻറ്റി കോയാഗുലേറ്റഡ് ബ്ലഡാണ് എടുക്കുന്നത്, റബ്ബർ ഡാം വഴിയാണ് എടുക്കുന്നത്, 0 മാർക്കേഷൻ വഴി 1 hour വയ്ക്കുക വേർട്ടിക്കലി. അത് കഴിഞ്ഞിട്ട് എത്രത്തോളം സെഡിമെൻ്റ് ആയി എന്നതിൻ്റെ റേറ്റ് പറയാം.
റേറ്റ് പറയാമെന്നല്ല എത്രത്തോളം സെറ്റിൽമെൻറ്റ് അതിനാണ് നമ്മൾ ESR എന്ന് പറയുന്നത് പറയാം. സോ ESR ഇൻക്രീസ് ചെയ്യുന്ന ഇൻഫ്ലമേഷൻ്റെ കേസിൽ ഡ്രോപ്പിൻ്റെ കേസിൽ പറയും EDT അത് വെച്ചിട്ട് നമ്മൾ ആൻറ്റി കോയാഗുലേറ്റഡ് ബ്ലഡാണ് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ റെഫറൻസ് റേഞ്ചുകളെ കുറിച്ചൊക്കെ പറയാം. സോ ഇത്രയും കാര്യങ്ങളാണ് ESRൽ നിങ്ങൾ ചോദിച്ചെഴുതേണ്ടത് കേട്ടോ.